ഇങ്ങനെ വായി നോക്കി നിന്നാ പോരാ. ഇന്ന് പല ഉത്തരവാദിത്തങ്ങളും ഉള്ളതാ. അറിയാം. അതൊന്നും ഓർത്ത് അമ്പി അമ്മാവന് ഒരു ടെൻഷനും വേണ്ട. തൽക്കാലം വേറെ ചില ജോലികളുണ്ട്, അതൊന്ന് തീർക്കട്ടെ. ഞാനിതും തീർക്കട്ടെ. അവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണമ്മേ, പ്രത്യേകിച്ച് ശ്രീയുടെ അമ്മയ്ക്ക്. അതിലൊരു അത്ഭുതവും ഇല്ല എനിക്ക്. അമ്മേ, എനിക്ക് അമ്മയോട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ എല്ലാം നല്ലതാ അമ്മേ, പക്ഷെ അത്രയും ചെറിയൊരു വീട്ടില് ഇങ്ങനെ ഞെരങ്ങി താമസിക്കാന്ന് പറഞ്ഞ അതുകൊണ്ട് അവിടെ സൗകര്യങ്ങൾ തീരെയില്ല. ഒട്ടും ഡീസന്റ് ആയ ഒരു അറ്റ്മോസ്ഫിയറും അല്ല. എന്റെ ഫ്രണ്ട്സിനെ ആരെയും വിളിച്ചങ്ങോട്ടൊന്ന് മതി. നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീയും ശ്രീനിഷും ഇങ്ങോട്ടേക്ക് താമസം മാറുന്നല്ലേ, അതല്ലേ നീ പറയാൻ വന്നത്? അതെ. അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാ പിന്നെ ഒയ്യാരത്ത് കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ വീട്ടിലാണ് സ്ഥാനം. നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്തതാണ് ശ്രീനിഷിനെ. അപ്പൊ പിന്നെ അവന്റെ വീട്ടിൽ എത്ര സൗകര്യങ്ങൾ കുറവാണെങ്കിലും അവിടെ താമസിക്കാൻ നീ ബാധ്യസ്ഥയാണ്. ഇനി നിങ്ങൾക്കവിടെ താമസിക്കാൻ ഒട്ടും സൗകര്യം പോരെങ്കിൽ ഗിരി ഒരു ഫ്ലാറ്റ് എടുത്തു തരും. അങ്ങോട്ടേക്ക് മാറിക്കോ രണ്ടുപേരും. അപ്പം നവ്യേച്ചൻ ഭർത്താവ് ഇവിടെ താമസിക്കുന്നതോ? അത് പിന്നെ ലീവ് കഴിഞ്ഞാൽ കിഷോർ അങ്ങ് തിരിച്ചു പോവും. അത് കഴിഞ്ഞാൽ അവൾ അവിടെ പഴയതുപോലെ ഒറ്റയ്ക്കാവില്ലേ? അപ്പൊ പിന്നെ അവൾ ഇവിടെ താമസിക്കുന്നതിൽ എന്താ തെറ്റ്? അതുപോലെയാണോ ഭർത്താവിന്റെ കൂടെ കഴിയുന്ന നീ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വാശി പിടിച്ച് ഭർത്താവിനെയും കൂട്ടി ഇവിടെ വന്ന് താമസിക്കാനാണ് നിന്റെ മോഹമെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല മോളെ. നന്ദു, ഞെട്ടിപ്പോയോ? സോറി. ഒരൽപ്പം. ഇറ്റ്സ് ഓക്കേ. കാണുമ്പോഴേ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്ന് ഫിറോസ് ഖാൻ സാറിന്റെ ഷൂട്ടിന് പോയിട്ട് എന്തായി? അതൊരു ചെറിയ ആഡായിരുന്നു, ഭംഗിയായി നടന്നു. താങ്ക്സ്. അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ്. ഓ, എന്നെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായം അതല്ലേ ഞാൻ ചെയ്തുള്ളൂ. നന്ദിതിനെ കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇങ്ങനെയുള്ള ചെറിയ അഡ്വർടൈസ്മെന്റ് മോഡലിംഗ് ആയിട്ട് നടന്നാൽ പോരാ. ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. നന്ദിതിനെ ലക്ഷ്യം വെക്കേണ്ടതേ ഏതെങ്കിലും നല്ല ബാനറിന്റെ സിനിമയാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാഷണൽ ക്ലയന്റിന്റെ ആഡ്. പക്ഷേ അതിനുള്ള എക്സ്പോഷർ ഒക്കെ കിട്ടണമെങ്കിൽ കോൺടാക്ട്സ് മതിയല്ലോ. അതെന്റെ കയ്യിൽ ആവോളമുണ്ട്. മിക്കവാറും വലിയ വലിയ സിനിമക്കാരൊക്കെ എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ളതാ. സൗകര്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി, ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു. അവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്നാണ് സൗകര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. വേണ്ട, അതൊന്നും ശരിയാവില്ല. വൈ? അല്ല, ഒന്നുമില്ല. എനിവേ, താങ്ക് യു ഫോർ യുവർ കൺസേൺ ആൻഡ് സീ യു.
സാധാരണ അനുരാധ ആന്റിയുടെ സ്വഭാവത്തിന് കല്യാണം പോലെ ഗ്രാൻഡ് ആയിട്ട് നടത്തേണ്ട ഫംഗ്ഷൻ ആയിരുന്നു ഇത്. ഇത്തവണ ഇത് എന്തു പറ്റിയതാ? അടുത്ത ബന്ധുക്കളും വളരെ വേണ്ടപ്പെട്ട ഗസ്റ്റുകളും മതിയെന്ന് ഇവൻ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതെ, അതിന്റെ ആവശ്യമുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലുവേ മുത്തച്ഛന്റെ മാല സുമിതയ്ക്ക് കൊടുക്കുന്ന ഒരു ഫാമിലി ഫംഗ്ഷൻ അല്ലേ ഇത്? സത്യം പറഞ്ഞ എനിക്കിതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ എന്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി ജീവിച്ചിരുന്ന ഒരാളാ. ഇതുപോലെ വലിയ വലിയ പാർട്ടികളിലൊന്നും പങ്കെടുത്ത് എനിക്ക് ഒട്ടും പരിചയമില്ല. ഈ വലുതെന്ന് വെച്ചാ നീ ഉദ്ദേശിച്ചത് ഇതാണോ? സ്നേഹ, നീ വെറുതെ തടിയനും ചുമ്മാ കളിയാക്കൽ കേട്ടോ. ഡാ. ആ? ആ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സുമിക്ക് വലുതായിട്ട് തോന്നിയാൽ ഒരു അത്ഭുതവും ഇല്ല. ഓ, അല്ല, ആദ്യ രാത്രി എന്നെ ഭാര്യ ഉപേക്ഷിച്ച് ബിസിനസ് ടൂറിന് പോയ ഭർത്താവ് ഒരു വലിയ സംഭവം തന്നെയാണല്ലോ. നീ അങ്ങനെ ഗിരിയെ കുറ്റപ്പെടുത്തണ്ട. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം ആയതുകൊണ്ടാ അവൻ അന്ന് US പോയത്. അതെനിക്കറിയാവുന്ന കാര്യമാണ്. മതി മതി, ന്യായീകരിച്ചത് മതി. കേട്ടോ സുമി, ഇവരിൽ ഒരാൾ പെണ്ണായിരുന്നെങ്കിലേ ഇവര് തമ്മില് പണ്ടേ കല്യാണം കഴിച്ചേനെ. ആ, നീയേ ആ പറഞ്ഞതിലേ കുറച്ചൊക്കെ വാസ്തവമുണ്ട് കേട്ടോ. ആ പിന്നെ അല്ല. നമ്മൾ ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണോ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നത്, അവരെ വേണം നമ്മൾ കല്യാണം കഴിക്കാൻ. അതാണ് എന്റെ പോളിസി. സത്യം പറഞ്ഞാലേ ഇവരുടെ ഈ കൂട്ടുകെട്ട് കാരണം പെട്ടുപോയത് നമ്മളാ സുമി. നമ്മക്കാ നമ്മുടെ ഭർത്താക്കന്മാരെ സമയത്ത് കിട്ടാത്തത്. രണ്ടും കൂടി ഒന്ന് അടുത്ത് നിന്നേ. ഭാര്യയും ഭർത്താവിനെയും ഞങ്ങൾ ശരിക്കും ഒന്ന് കാണട്ടെ. എന്താണ്, ഞങ്ങളെ കാണാൻ സൂപ്പറല്ലേ? പിന്നെ അല്ലാതെ. ഹോ, എന്തൊരു ചേർച്ചയല്ലേ. കൊള്ളാലേ. ചിരിച്ചോ ആകാശേ, നന്നായിട്ട് ചിരിച്ചോ. നിന്റെ ഈ ചിരിക്ക് ഒരു നീർക്കുമിളയുടെ ആയുസ് പോലും ഇല്ല. നീയും ഗിരിയും 2 പാത്രത്തിലാവാൻ ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ പാർട്ടി തിരക്കഴിയുമ്പോഴേ ഞാൻ വിളിച്ചോളാം. ഓക്കെ, ബൈ. ആ, ഞാൻ ആകാശിനെ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്തു പറ്റി? അത് പിന്നെ ആകാശ് ഒരു ഉപകാരം ചെയ്യണം. ഏട്ടന് മുത്തശ്ശന്റെ സമ്മാനമായിട്ട് ഒരു വലിയ രത്നമാല കിട്ടിയില്ലേ? ഉവ്വ്, ഗിരി പറഞ്ഞിരുന്നു. ആ മാല ഇപ്പോ ഇവിടുത്തെ ലോക്കലിൽ സൂക്ഷിച്ചിരിക്കുക. ആ, നന്നായി, വളരെ നന്നായി. എങ്കിലേ അത് വല്ല കള്ളന്മാര് മോഷ്ടിച്ചു കൊണ്ടുവന്ന് അമ്മയ്ക്ക് അച്ഛമ്മയ്ക്ക് ഒരു പേടി. ഇത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ആ ലോക്കറിൽ ഭദ്രമായിരിക്കുന്ന മാല ഏത് കള്ളനെടുത്തോണ്ട് പോകാനാടാ? അതെ, അങ്ങനെയൊക്കെ സംഭവിക്കില്ലെന്ന് നമുക്കും അറിയാം. പക്ഷെ പ്രായമുള്ളവരല്ലേ, അവരെയൊക്കെ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാ? ആ മാല വക്കീൽ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച മുതൽ അച്ചമ്മയ്ക്ക് ഉറക്കമില്ല. ഇവിടെ സൂക്ഷിക്കണം, വില കൂടിയ മുതലാണ്, നിങ്ങളുടെയൊക്കെ ഒരു കണ്ണെപ്പോഴും അതിന്റെ മേലെ വേണമെന്നൊക്കെ പറഞ്ഞു. ഹോ, അച്ചമ്മ ഗിരിയേട്ടന് സ്വൈരം കൊടുക്കുന്നില്ല. അത് അവരുടെ ആദ്യം കൊണ്ട് പറയുന്നത് നിതീഷേ, അതൊന്നും കാര്യം എടുക്കണ്ട കേട്ടോ. അങ്ങനെയാണ് ഞാനും പറഞ്ഞത്. അപ്പൊ ഗിരിയേട്ടന് ഒരേ നിർബന്ധം, ഈ ചടങ്ങിൽ വെച്ച് ആ രത്നമാല സുമിതയുടെ കഴുത്തിൽ ഇടുന്നത് വരെ അതെടുത്ത് കൈ തന്നെ സൂക്ഷിച്ചു വെക്കണമെന്ന് ആകാശിനോട് പറയണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിലോ? എന്നിട്ട് ഗിരി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. തിരക്കിനിടയിൽ വിട്ടുപോയതായിരിക്കും. ഏയ്, അതൊന്നും ശരിയാവില്ല. എനിക്ക് ഓർക്കുമ്പോഴേ ടെൻഷനാവുന്നു. പോയേ, ഒരു കാര്യം ചെയ്യ്, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ നിതീഷ് എന്നെ ആ മാല കൈവച്ചോ. കൊള്ളാം, സ്വന്തം ജീവനെ പോലെ വിലയുള്ള ഒരു സാധനം ഗിരിയേട്ടൻ നിങ്ങളെ അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിച്ചേൽപ്പിക്കോ? എന്നെ പോലും ഇല്ല. ആ, ഏട്ടന്റെ കണ്ണിൽ ഞാനൊരു ഉത്തരവാദിത്തമില്ലാത്തവനാണല്ലോ. വൈകണ്ട, ഇപ്പൊ തന്നെ ആകാശ് ലോക്കർ റൂമിൽ ചെന്നിട്ടേ ആ മാലയെടുത്ത് കയ്യില് ഭദ്രമായിട്ട് സൂക്ഷിക്കണം. ചടങ്ങിന്റെ സമയമാകുമ്പോ മാത്രം തന്നാ മതി. അതുവരെ ഏട്ടൻ സമാധാനമായിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞോളാം. എനിക്കിപ്പോഴും ഇതിന്റെ ലോജിക്ക് അങ്ങ് പിടികിട്ടുന്നില്ല. ലോക്കറിൽ ഭദ്രമായിരിക്കുന്ന ഒരു സാധനം നമ്മളെന്തിനാ കയ്യിൽ വെക്കുന്നേ? അതെന്തേലും ആവട്ടെ, എന്തായാലും ഗിരിയേട്ടൻ പറഞ്ഞല്ലേ, അത് നമുക്ക് ചെയ്യാന്നേ. ആ, പറയാൻ മറന്നുപോയി, ഡിജിറ്റൽ ലോക്കറിന്റെ പിന്നെ 685 ആണേ, മറക്കണ്ട. ഓക്കെ നിതീഷ്, അപ്പൊ ശരി.
ഡിജിറ്റൽ ലോക്കറിന്റെ പിന്നെ 685 ആണ്, മറക്കണ്ട. ഹലോ, ക്യാമറ നമ്പർ 5 അങ്ങ് ഓഫ് ചെയ്ത്. ഓ ശരി. അയ്യോ, ക്യാമറ 5 ഓഫ് ആയല്ലോ. ആണോ? ആ സാരമില്ല, അത് നേരത്തെ ചെറിയൊരു കംപ്ലൈന്റ് കാണിച്ചിരുന്നു. ശരി, അത് ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ മാറി നിൽക്കുന്നേ, എഴുന്നേറ്റ് വന്നേ, വാ. എന്ത് പണിയായി കാണിക്കുന്നേ? വാ വന്നേ ഗിരി, വാ. സുമി വന്നേ, ദേഹോ ഇങ്ങോട്ട് വന്നേ. സുമി ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് പോകിരി. സുമി വാ. ഗിരി, സുമി നോക്ക്, ചെയ്യേണ്ട എങ്ങനെയാണ് കാണിച്ചു തരാം. ഈ കൈ തോളത്ത് എങ്ങനെ പിടിക്കണം? ഇങ്ങനെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ചെയ്യേ. ആ കൈ ഇങ്ങനെ. എന്താ ഈ കാണിക്കുന്നേ? അതെ, എന്നെ റൂമിലേക്ക് ഒന്ന് കൊണ്ടുപോകും. എന്താ ഈ പറയുന്നേ? ഞാൻ പറയുന്ന കേക്ക്. എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കല്ലേ പ്ലീസ്. പ്ലീസ്, ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യ്. അത്യാവശ്യം ആയതുകൊണ്ടല്ലേ. കൈയെടുക്കുന്നല്ലേ പറഞ്ഞു. ഒന്ന് വന്നേ. കണ്ട ഇവരെ എങ്ങോട്ടേ പോണേ? ഇപ്പോഴാണ് രണ്ടിന്റെ തലയിൽ വെളിച്ചം വന്നത്. ഇങ്ങോട്ട് നോക്കടാ, സ്വർഗത്തിലെ കട്ടുറുമ്പാവാതെ. എന്താ പറ്റിയത്? അത് എന്റെ എന്താന്ന് വെച്ചാ പറഞ്ഞു തോലക്കേ. എന്റെ ബ്ലൗസിന് എന്ത് പറ്റി? ബ്ലൗസിന്റെ ഹുക്ക് വിട്ടുപോയി. ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ശരി, ഞാൻ ആരെങ്കിലും ഒന്ന് വിളിക്കാം. അതെ, ഇതിങ്ങനെ വിളിച്ചു പോകാൻ മാത്രം വലിയ ആനക്കാര്യൊന്നുമല്ല. ഇതൊന്ന് ഗിരിയിട്ട് തന്നാ മതി, പ്രശ്നം തീരും. ബ്ലൗസിന്റെ ഹുക്കോ? ഞാനോ? എന്തേ, എന്റെ ബ്ലൗസിന്റെ ഹുക്ക് ഗിരിയിട്ട വീടില്ലേ? നീ എന്താ ഈ പറയുന്നത്? ആരെങ്കിലും ഒക്കെ കണ്ടാ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാ? സ്വന്തം ഭാര്യയുടെ ബ്ലൗസിന്റെ ഹുക്ക് ഭർത്താവ് വിട്ടാൽ എന്താ തെറ്റ്? എന്റെ പൊന്നു സുമി, എനിക്കിതൊന്നും ശീലമില്ല. വെറുതെ എന്നെ കുഴപ്പത്തിലാക്കല്ലേ. എനിക്ക് പിന്നെ എല്ലാ ദിവസവും ശീലമുള്ള കാര്യല്ലേ ബ്ലൗസിന്റെ ഹുക്ക് പൊട്ടുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ഇത് ശീലമാവുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നിട്ട് വന്നേ, ഇട്ട് തരാൻ. ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്. അതെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാട്ടോ, ഇതൊന്നും ഇട്ട് വരുന്നുണ്ടോ ഇല്ലയോ?
നിങ്ങൾ നോക്കുന്നത്? എന്റെ ബ്ലൗസിന്റെ ഹുക്ക് ഇട്ട് തന്നതിന്റെ പേരിൽ നിങ്ങളെ ആരും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. എന്നാലും ഞാൻ ബ്ലൗസിന്റെ ഹുക്ക് ഇടുക എന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്നെ, എനിക്കിത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഗിരീനെ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു. ഹുക്ക് പിറകിലായതുകൊണ്ട് എന്നെ കൈ എത്തുന്നില്ല. അതുകൊണ്ടല്ല ഞാനൊരു സഹായം ചോദിച്ചത്. ഇങ്ങനെ നിന്ന് താളം ചവിട്ടാതെ ഒന്ന് ഇട്ട് തരുന്നുണ്ടോ ഇല്ലയോ? പ്ലീസ്. വേഗം ഹുക്കിട് ഇട്. നമ്മൾ അവിടെ ഇല്ലാന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാ. കൊണ്ട് ഞാൻ തോന്നുമല്ലോ. ഗിരി, ഒന്ന് കണ്ണു തുറന്നു നോക്കിയല്ലേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഹുക്ക് എവിടെയാന്ന് അറിയുന്നേ? എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഇട്. തിരിയെ. അതെ, ഇതൂടെ കിട്ടും. സുമി പ്ലീസ്. എല്ലാം ഓക്കെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വലിയ ബിസിനസ് മാഗ്നറ്റ് ആണത്ര. സ്വന്തം ഭാര്യയുടെ ബ്ലൗസിന്റെ ഹുക്ക് ഇടാൻ പോലും അറിയത്തില്ല. ഹലോ 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 ഹലോ. അക്കു, എങ്ങനെയുണ്ടായിരുന്നു തടിയന്റെ സുമിയുടെ ഡാൻസ്? അതീനെ ഡാൻസ് എന്നൊക്കെയാണോ വിളിക്കുന്നത്? അങ്ങനെ കുറ്റം പറയാതെ അവരൊരു വിധം ഒപ്പിച്ചു. പിന്നെ നമ്മുടെ കാര്യം നീ ഗിരിയോട് പറഞ്ഞോ? ഇല്ല, ഈ തിരക്കിനിടയിൽ അതിന് എവിടുന്നാടി സമയം? ദേ അക്കു, ഹൗസിംഗ് ലോണിന്റെ ഇതുവരെ മുടങ്ങിയ എല്ലാ EMIയും ചേർത്ത് നാളെ ബില്ല് വരും. നീ നാളത്തെ ഡേറ്റ് ഇട്ടല്ല ചെക്ക് കൊടുത്തിരിക്കുന്നേ. പിന്നെ ഇനിയും ഗിരിയോട് കാര്യം പറയാതിരുന്ന എങ്ങനെയാക്കു ശരിയാവാ? എടി, ഞാനിപ്പോ അവനോട് എന്ത് പറയാനാ? ഇതൊക്കെ അവൻ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളല്ലേ മോളെ? അക്കു, നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, അത് നീ മറക്കണ്ട. അക്കു, നീ ഇനി സൗഹൃദത്തിന്റെ പേരിൽ ഇങ്ങനെ മടി കാണിച്ചാലുണ്ടല്ലോ, ഒടുക്കം പെട്ടുപോകുന്നത് നമ്മളായിരിക്കും. എന്തായാലും ഇന്നത്തെ തിരക്കൊന്ന് കഴിയട്ടെ, ഞാൻ സംസാരിക്കാം അവനോട്.